ഹലോ, അപ്പോഴേ ഇന്ന് നമ്മൾ നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ബീഫ് ഫ്രൈ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കടയിലെ ബീഫ് ഫ്രൈയുടെ രുചി രഹസ്യം കടലും കടന്നാട്ട പോയേക്കണത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ കടയിൽ ഒരു മേഡം കഴിക്കാൻ വരും. അപ്പം എനിക്ക് ആദ്യം തന്നെ ഒരു ഓർഡർ തന്നായിരുന്നു കേട്ടോ, ബീഫ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ, അതായത് അവരുടെ കസിനൊക്കെ ഗൾഫിലൊക്കെ ഉണ്ടെന്നാണ് പറയണത്, അവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തന്നെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഉണ്ടാക്കി കൊടുത്ത ബീഫ് ഫ്രൈ അവർക്ക് ഇഷ്ടപ്പെട്ട് ആദ്യത്തെ ബീഫ് ഫ്രൈ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഓർഡർ നടത്തിയതായിരുന്നു. അതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം ഇതിൻ്റെ രുചി രഹസ്യം എന്താണെന്ന്. അങ്ങനെ ഞാനൊരു 3 കിലോ ബീഫാണ് ഇതിനായിട്ട് മേടിച്ചേക്കണത്. അപ്പം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൈക്കൊക്കെ ബീഫ് മേടിക്കുമ്പോഴേ അധികം നെയ്യൊന്നും പാടില്ല. പിന്നെ ഒരു 1-2 പീസ് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെ, ഈ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഞാനൊരു ഉരുളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 3-4-5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ട നമ്മൾക്ക് കുറച്ച് ഉലുവ വേണ്ട. ഇത് ഉലുവ ചേർക്കണമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ ചേർക്കണം. ഉലുവ ചേർക്കണത് നല്ലതാണ്. ഇനി ഞാൻ മീറ്റ് മസാല ഉണ്ട് ചേർത്ത് കൊടുത്തേക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഈ പൊടിയൊക്കെ തിരുമ്മി കൂട്ടൂലേ, നന്നായിട്ട് 2 കൈയും വെച്ചിട്ടാണ് ഞാനിത് തിരുമണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ആഴത്തിൽ കയറി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് 2 കൈയും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണത്. എന്നാൽ മാത്രമേ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ്, അരമണിക്കൂർ വെച്ച് അത്ര നല്ലതട്ടോ. എനിക്ക് അത്ര സമയമൊന്നും കിട്ടിയില്ല, ഞാനൊരു 10-15 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സവാളയൊക്കെ വേണം. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ചതക്കണ ആ സമയം വരെ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 4 സവാള ചെറുതാണ് കേട്ടോ, അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി സാധാരണ ബീഫ് ഫ്രൈയിൽ ആരും ഇടാറില്ല, പക്ഷെ ഞാനിടും കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ് തക്കാളി ഇട്ട ബീഫ് ഫ്രൈ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തേക്കണത്. അതിന് ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി സവാളയൊന്നും ബീഫിൽ കണ്ടമുണ്ടോ ഒന്നും വെന്ത് കഴിഞ്ഞാൽ കിടക്കൂല കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഫിലേക്ക് തക്കാളി സവാളയൊക്കെ അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല, വെന്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്ക് ഇത് കുക്കറിലാണ് വേവിക്കാൻ പോണത്. അപ്പം ഞാൻ കുക്കറിലിട്ട് കുഴക്കാഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളിയിലിട്ട് കുഴച്ചാൽ നന്നായിട്ട് കുഴ കിട്ടും, അതുകൊണ്ടിട്ടാണ് കുക്കറിലിടാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തില്ലല്ലോ ഒന്ന്, അങ്ങനെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, വെള്ളം ഒഴിക്കാണ്ടാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. ഓരോരുത്തരും മേടിക്കണം ബീഫിൻ്റെ വേവ് അനുസരിച്ച് എടുക്കോട്ടെ ഇതിൻ്റെയൊക്കെ വേവ്. അപ്പം എനിക്കൊരു 5 വിസിൽ വേണ്ടി വന്ന് ഇത് വെന്ത് കിട്ടാൻ. അപ്പം ഞാനിത് വെന്താന്നൊന്നും നോക്കിയിട്ടില്ല, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലാണ് ഇത് വെന്താന്ന് തുറന്ന് നോക്കാൻ പോണത്. അപ്പം നമ്മളുടെ ബീഫ് നോക്കട്ടെ കേട്ടോ. കണ്ടിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും എന്താ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളമൊന്നും നമുക്ക് ബീഫ് ഫ്രൈക്ക് പറ്റൂല, അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. എൻ്റെ പോളിസി അറിയാലോ, വെറുതെ നോക്കി നിൽക്കൂല. ഞാൻ എന്ത് ചെയ്ത് അത് അവിടെ വറ്റിക്കാൻ അപ്പുറത്ത് അടുപ്പ് വെച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്തൊരു മറവിയാണ്, ഞാൻ ആദ്യം തന്നെ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചിട്ട് വേണം ഒരു വറ്റൽമുളകും കറിവേപ്പില ഇടാനായിട്ട്, മറന്നു പോയിട്ടാ. അതുകൊണ്ടിട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കേട്ടോ, കാരണം എൻ്റെ കൈയളവിലാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബീഫൊക്കെ വെള്ളം വറ്റിയെന്ന് തോന്നണം, നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. ഇതിലേക്കൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് പാചകം ചെയ്യണ ചേട്ടൻ ഉണ്ടാക്കുന്ന രീതി വേറേതാണ് കേട്ടോ. സാധാരണ ചേട്ടൻ അതിൽ ഈ മല്ലിയില അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം, പക്ഷെ ഞാൻ ഇടൂല കേട്ടോ, മല്ലിയിലൊന്നും ഇടാറില്ല. നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കടയിലുണ്ടാക്കാറ്. അപ്പോൾ അതേ ഇതിങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഫ്രൈ രൂപത്തിലായി കിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ കുറേ പ്രയത്നത്തിന് ശേഷം എന്താ നമ്മുടെ ബീഫ് ഫ്രൈ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലതായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ.
അപ്പം എൻ്റെ ഈ ബീഫ് ഫ്രൈയുടെ രുചിരഹസ്യം കടലും കടന്ന് പോയല്ലോ. അപ്പം ഗൾഫിലിരുന്ന് കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബീഫ് ഫ്രൈയുടെ രുചി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. കാണുമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കൂട്ടുകാർക്കും ഇതുണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നുകയുള്ളൂ. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്നത്. നമ്മുടെ കടയുടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിലും അതേപോലെ നമ്മുടെ കടയുടെ അരിയത്ത് കൂടി പാസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ കടയിൽ വന്ന് കഴിക്കാൻ മറക്കരുത്. 120 രൂപയുള്ള ഫുൾ പ്ലേറ്റിന്, പിന്നെ ഹാഫ് പ്ലേറ്റിന് 70 രൂപയാണ്. അപ്പോൾ അല്ലാത്ത ആൾക്കാരും വീട്ടിലിരുന്നിട്ടായാലും ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും പിന്നെന്താ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഞാൻ. താങ്ക്